ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ലുക്കിൽ ഇറങ്ങൂന്ന്. ഇല്ല, പറ്റിപ്പോ കണ്ടപ്പോ എന്താ പറയാനുള്ളേ? അപ്പോൾ ഇന്ന് സൺഡേ മനസ്സിലാമാര് നൈസായിട്ട് നമ്മുടെ കാർ ബേബിനെ വെഞ്ചിരിക്കാൻ കൊണ്ടാണ് എൻ്റെ വിശ്വാസമാണ്. എന്തായാലും അമ്മ 2-3 ആഴ്ചയായി പള്ളിയിലും കൊണ്ടുപോലെ വെഞ്ചരിച്ചില്ലാതെ പറഞ്ഞിട്ടൊക്കെ പറച്ചിലായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് അതങ്ങ് സെറ്റായി കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം, നേരെ വണ്ടിക്കൂട്ടനെ പുറത്തെടുക്കാം. ഇതങ്ങനെ പള്ളിയിലെത്തി. അയ്യോ, വണ്ടിക്കൂട്ടൻ നമ്മുടെ പള്ളിയൊക്കെ പൊളിച്ച് കേട്ടോ. അവിടെ പുതുക്കി പണിയാൻ വേണ്ടി വണ്ടിക്കൂട്ടൻ അതായിരിക്കുന്നത്. ഇവിടെ പാരിസാണ് അങ്ങനെ കുർബാനായിരുന്നു കേട്ടോ. ഇനി ബെഞ്ചിക്കുന്ന വണ്ടിക്കൂട്ടനെ ബെഞ്ചിക്കാൻ കൊണ്ടുവന്ന് പിടിച്ച് ഇവിടെ നമ്മുടെ പള്ളി പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കോലത്തിലാട്ടുള്ളത്. ഇപ്പം അച്ഛൻ വരണം, ബെഞ്ചിരിക്കണം, പോകണം. അല്ലടാ? അതെ, ഇവനാണ് സ്പെഷ്യലായിട്ട് വെഞ്ചിരിപ്പ് കാണാൻ കിട്ടിയെന്ന് തോന്നിയാണ്. അച്ഛൻ്റെ എൻ്റെ പേട്ട ദോസ്താണ്. അപ്പോൾ അതാ നമ്മുടെ ബണ്ടിക്കുട്ടൻ ബന്ധുവരും കേട്ടോ. സോ അച്ഛൻ വന്നിട്ട് കാണാം. വണ്ടി നമ്മൾ അച്ഛൻ്റെ ഇവിടെ കയറ്റി കേട്ടാ. പൊടി അടിച്ചടിച്ചൊരു കോലത്തിലായി. അപ്പോൾ ഇനി നമുക്ക് നേരെ വെഞ്ചിരിക്കാം കേട്ടോ. അച്ഛനും നല്ല സപ്പോർട്ടാണ്, ഫുള്ളായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ എന്നാലും വെഞ്ചിരിക്കാം. ഓക്കെ, ചെറിയ പരിപാടി. അങ്ങനെ നമ്മുടെ വെഞ്ചിരിപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നേം മേടിച്ച് നമ്മുടെ അച്ഛനൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സോ ഹാപ്പി ഗൈസ്, ഹാപ്പി മൊമെൻ്റ്, ഒന്നും പറയാനായിട്ടില്ല. സന്തോഷ ടെൻഷനായിരുന്നു, സന്തോഷ ടെൻഷനാണ്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോവാം. എന്താ പറയാനായിട്ടുള്ളത്? സന്തോഷം കേട്ടാ. ഓ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെരുപ്പ് മേടിക്കണം. എൻ്റെ കർത്താവേ, ചെരുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേദപാഠം പോലും പഠിക്കാതെ അവളെ ഓടുക. അച്ഛൻ വല്ലതും അറിഞ്ഞോണ്ടല്ലോ. പവറായില്ലേ അൽവി? പവറായില്ലേ? പിന്നെ അല്ല പവറേഷ് മുടേഷ്. ഇവിടെ വണ്ടീൻ്റെ ഇത് കണ്ടിട്ട് നമ്മുടെ അച്ഛന് പോലും മനസ്സിലാകുന്നില്ല. സോ പിന്നെ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വേണ്ട നാട്ടിൽ കറക്കത്തിന്. അപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഊരി വെക്കും, അത്ര തന്നെ. അപ്പം നമുക്ക് നേരെ അവരെ കൂട്ടി പോവാം. പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ലുക്കിൽ ഇറങ്ങൂന്ന്. ഇല്ല, പറ്റിപ്പോ കണ്ടപ്പോ എന്താ പറയാനുള്ളത്? നല്ല രസമുണ്ട്. ഇവൻ അന്ന് മുതൽ എന്നോട് വണ്ടി എന്ന് പറഞ്ഞോ. വെഞ്ചരിക്കാൻ വന്നപ്പോ പള്ളിയിൽ പഠിത്തം കഴിഞ്ഞാ പോയി പഠിക്കണ പവറായില്ലേ ഏറ്റാ. എല്ലാരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ആ വണ്ടി കിട്ടുന്ന നോട്ടം അല്ലേ, നോട്ടമാണ് മെയിൻ ഹാപ്പിനെസ്. കാരണം ഇത്രയും പൈസ മുടക്കിയെങ്കിൽ പോലും വണ്ടിക്ക് ആ നോട്ടം കിട്ടുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മേൻ്റെ കൂട്ടുകാരെയും മെമ്പർ ആരെയും കാണാൻ പോകണോ, അതിന് കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് പിന്നെ അവിടെയും കൂടെ പോയിട്ട് വരാം.
അങ്ങനെ വണ്ടിക്കൂട്ടൻ കഴുകി ഇറക്കിയതാണെങ്കിൽ ഒരു പ്രത്യേക കോലത്തിലായി. എന്തായാലും അമ്മേത് അവിടെ മെമ്പറിൻ്റെ വീട്ടിലെന്തോ പോയി. പിന്നെ എടുത്തതിന് ശേഷം ഒരേ പോക്ക് പറച്ചില്ല. 15 കിലോമീറ്റർ എങ്ങോട്ടോടാനാ വണ്ടി, എങ്ങോട്ടോടാനാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 700 രൂപയ്ക്ക് ഞാൻ എണ്ണ അടിച്ചാണ്. ഇപ്പോൾ നോക്കുമ്പോൾ എണ്ണ താഴെ കിടക്കുന്നു. മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ് വീൽ കണ്ടോ, ആ എലോയ് വീൽ കണ്ടോ? എലോയ് വീൽ ആയതുകൊണ്ട് നല്ല രീതിയിൽ മൈലേജ് ഡ്രോപ്പ് ഉണ്ട്. സോ ബട്ട് ഇറ്റ്സ് ഓക്കെ, ബട്ട് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ അമ്മേൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ പോയി. അമ്മേൻ്റെ കൂട്ടുകാരിയാണ് വീഡിയോസൊക്കെ കാണുന്നത് കേട്ടാ. മൊത്തമാണ് അവരവരുടെ ഫാമിലി എല്ലാം പരിചയപ്പെട്ട്. അതിനിടയ്ക്ക് അവർക്ക് ചെരുപ്പൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ചെരുപ്പ് ഒന്നും കിട്ടിയില്ല. അമ്മ ഇപ്പം ഓരോ പാലവും മേടിക്കാൻ പോയത്. അമ്മ വരുന്നുണ്ട്. അപ്പം പിന്നെ നേരെ വീട്ടിൽ പോവാണ്. അപ്പം എന്തായാലും വലിയൊരു മൊമെൻറ്റ് ഹാപ്പിങ് ആളൊക്കെ ആയി. സോ എന്താ പറയുക, വെഞ്ചിരിച്ച് കൊന്തയൊക്കെ തൂക്കി. ഒരു വിശ്വാസമില്ലടാ, നമ്മളെല്ലാ ആവശ്യത്തിന് വേണം, കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം. സോ അപ്പോൾ എന്തായാലും മനസ്സിലാൻ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോട്ടെ. അമ്മ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താ ഇപ്പം എല്ലാം സെറ്റല്ലേ? വെഞ്ചിരിച്ച് അമ്മേൻ്റെ കൂട്ടുകാരിനെ കണ്ട് കൂട്ടുകാരിക്ക് എല്ലാം ഇഷ്ടമായി അല്ലേ? അപ്പോൾ പോട്ടെ. അപ്പോൾ കേസ് എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ പോകണം. അപ്പോൾ അടുത്തൊരു കിടയിലെ ഷോർട്ട് വീഡിയോ കാണാം. പിന്നെ വണ്ടിയുടെ കുറച്ച് വർക്കൊക്കെ ഇനി വരുന്നതായിരിക്കും. നമ്മളിനി വണ്ടി കുറച്ച് പരിപാടിയൊക്കെ വരും. എല്ലാ പരിപാടിയും നമ്മുടെ ചാനൽ വീഡിയോ കാണും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണ്ടേ? അല്ല സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട. എല്ലാവരും എല്ലാം ചെയ്ത് വെച്ചേക്കാം. അമ്മ പറഞ്ഞാൽ അപ്പുറം ഒന്നുമില്ല. ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഷെയർ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ മറക്കണ, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ബൈ ഗേസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ അല്ലേ?